ഒരു ബാക്കപ്പ് പ്ലാൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കയ്യിൽ കുറച്ച് സേവിങ്സ് ഇല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് ഇപ്പൊ കുറെ പേർക്ക് മനസ്സിലായി കാണും, പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. ഏതോ ഒരു പുള്ളി 2026 നടക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു ഈ യുദ്ധം, റിസഷൻ, ഈ വക കാര്യങ്ങൾ. അതെല്ലാം അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ലോകത്ത് നടക്കാൻ പോകുന്ന ഈ പ്രഡിക്ഷനൊക്കെ മുൻകൂട്ടി കണ്ട ആ വ്യക്തിനെ കുറെ പേരൊക്കെ പുച്ഛിച്ച കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ ഫ്യൂച്ചർ എന്താവുമെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും എനിക്ക് പറ്റണ്ടായിരുന്നില്ല. ഒരു മാസത്തെ ശമ്പളം കൊണ്ട് ഒരു മാസം തന്നെ പോകാൻ പറ്റുള്ളൂ. പിന്നത്തെ ഒരു മാസം ശമ്പളം അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. തൽക്കാലം എൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ഞാൻ അധികം ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു യുദ്ധം അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ എനിക്ക് തോന്നിയിട്ടാ. യുദ്ധം തുടങ്ങി ഏകദേശം ഒരു 10-23 ദിവസമായപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചത്. എനിക്ക് നല്ലൊരു ബാക്കപ്പ് പ്ലാനോ അല്ലെങ്കിൽ അത്യാവശ്യം സേവിങ്സോ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഇപ്പൊ കിടന്ന് ടെൻഷൻ അടിക്കേണ്ടി വരില്ലായിരുന്നു. ഇത് എനിക്ക് മാത്രം പറ്റിയുള്ള ഒരു മിസ്റ്റേക്ക് അല്ല, എന്നെ പോലെ തന്നെ ഒരുപാട് പേര് ഈ ഒരു സർക്കിളിൽ പെട്ടുപോയിട്ടുണ്ട്. എല്ലാം ഒന്ന് ശരിയായി പഴയ പോലെ ആയിക്കഴിഞ്ഞാലേ 10 രൂപയെങ്കിൽ 10 രൂപ സേവ് ചെയ്യാൻ നോക്കിക്കോ. അത് ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് വെച്ചിട്ട് നമ്മളെപ്പോലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇനി ഇതുപോലെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് നല്ല ജോലി ഉണ്ടായെന്ന് വരില്ല, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം അതിന് അനുവദിച്ചൊന്നും വരില്ല.